സൗജന്യമായിട്ട് തന്നെ ഇന്റർവ്യൂ ക്ലാസ്സുകൾ നൽകുകയാണ്. എന്താണ്, ഉറപ്പായിട്ടും ഇന്റർവ്യൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ഫ്രീ ആയിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ മോക്ക് ഇന്റർവ്യൂ സെഷൻസും നൽകുന്നുണ്ട്. 700ഓളം റാങ്ക് മാറി വരികയാണ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് 4 മാർക്ക് വ്യത്യാസത്തിൽ അല്ലേ ഒരു ഒറിജിനൽ ഇന്റർവ്യൂ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുക ആ രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ മോക്ക് ഇന്റർവ്യൂ സെഷൻസ് നടത്തുക. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇനി അടുത്ത 2 മെയിൻ പ്രോസസ്സാണ് അതിൽ പെൻഡിങ് ആയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം അല്ലേ. ഒന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അതിനകത്ത് കൃത്യമായ ഡേറ്റ്, ടൈം, വെന്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടോ, അത് എവിടെയാണ് എന്നുള്ളതൊക്കെ. സോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ DMEയുടെ എക്സാം ആണല്ലേ, അതായത് സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള എക്സാം ആണ് നടത്തിയിരിക്കുന്നത്. DHS ഒക്കെയാണ് സാധാരണ ഡിസ്ട്രിക്ട് ലെവലിൽ വരിക. ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം പട്ടത്തുള്ള PSC ഓഫീസിലാണ് ഇതിന്റെ വെരിഫിക്കേഷൻ നടക്കുക. അപ്പം ആ തന്നിരിക്കുന്ന സ്ലോട്ടിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുക. നിങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. അതാണ് ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ അല്ലെ. അപ്പൊ ഇന്റർവ്യൂ ഈ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം പലർക്കും ഉള്ള ഡൗട്ട്, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന DME എക്സാമിനേഷനൊന്നും ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലല്ലോ. അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 2 പ്രാവശ്യത്തെ എക്സാമിൽ അല്ലെങ്കിൽ 2 പ്രാവശ്യത്തെ സെലക്ഷനിൽ DME സ്റ്റാഫ് നഴ്സിൽ ഇന്റർവ്യൂ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിന് മുന്നേ അതായത് ഇതിൽ നിന്ന് ലാസ്റ്റ് 2 എക്സാമിന് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഉള്ള എക്സാമിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ അല്ലേ. ഒന്നും പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. ആ മാർക്ക് പോരെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ? അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് ഞാനൊരു ഉത്തരം ആദ്യമേ പറഞ്ഞോട്ടെ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിനല്ല നടത്തുന്നത്. ഇന്റർവ്യൂവിന്റെ മാർക്കും വെറുതെ അല്ല, ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു പഠിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്, ഉറപ്പായിട്ടും ഇന്റർവ്യൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഒറ്റ വാക്കിലുള്ള ഉത്തരം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനും മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഇന്റർവ്യൂ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ DME റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാർക്കിങ് സാധാരണ വരിക ഒരു 10 മുതൽ 14 വരെ മാർക്കാണ് വരിക കേട്ടോ. അതായത് 10 മിനിമം മാർക്കായിരിക്കും, 14 മാക്സിമം മാർക്ക്. അതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ് കേട്ടോ. ഇന്റർവ്യൂവിന് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. അതിൽ നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 14 മാർക്ക് വരെ കിട്ടാം, മിനിമം ഒരു 10 മാർക്ക്. അപ്പൊ നിങ്ങൾ വീണ്ടും ഓർക്കും, ഒരു 4 മാർക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അപ്പൊ നമ്മളൊന്നും പഠിക്കാതെ വെറുതെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പലരും ഓർക്കും കേട്ടോ. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം അവിടെ കിട്ടുന്ന ഓരോ മാർക്കും നമുക്ക് നമ്മുടെ ഈ എക്സാം OMR എക്സാമിന് കിട്ടിയതിനേക്കാളും വളരെയധികം പ്രാധാന്യമുള്ള മാർക്കാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക 100 മാർക്കിനാണ് കേട്ടോ. 100 മാർക്കിനാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. അതിൽ OMR അനുസരിച്ചിട്ടുള്ള നമ്മുടെ എക്സാമിന്റെ മാർക്ക് എടുക്കുക 80 മാർക്കിനാണ്. ഇന്റർവ്യൂ ഞാൻ പറഞ്ഞതുപോലെ 20 മാർക്കിനാണ് ഇന്റർവ്യൂ നടത്തപ്പെടുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് അത് പറഞ്ഞുതരാം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പ്രതിഫലിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കാണുന്നത് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ DMEയുടെ റാങ്ക് ലിസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ നോക്കിയാൽ നമ്മുടെ 2023 പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് റാങ്ക് നോക്കിയാൽ 73.67 മാർക്കാണ് വന്നിരിക്കുന്നത്. സോ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 2023 നമുക്ക് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. നമുക്ക് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇതിൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, കട്ട് ഓഫിനെ അല്ലെങ്കിൽ നമ്മുടെ റാങ്കിനെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇന്റർവ്യൂ മാർക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്റർവ്യൂവിന്റെ മാർക്ക് വരിക ഒരു മാക്സിമം നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 മാർക്ക് കിട്ടും അല്ലേ. ഔട്ട് ഓഫ് 20 നമുക്ക് 14 മാർക്ക് കിട്ടും. എൻ്റെ ഏറ്റവും മിനിമം മാർക്ക് വരിക 10 മാർക്കാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുക 14 10 പോയാൽ 4 മാർക്കിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഇന്റർവ്യൂവിൽ വരിക. അതായത് ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 മാർക്ക് കിട്ടും. വളരെ മോശമായിട്ടാണ് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 4 മാർക്കിന്റെ വ്യത്യാസം വരും അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റിൽ തൊട്ട് മുന്നേ വന്ന DMEയുടെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 50 മാർക്ക് നോക്കി 55 മാർക്ക് വന്നിരിക്കുന്നത് ഈ 666 റാങ്ക് കേട്ടോ.
666 റാങ്കാണ് 55 വന്നിരിക്കുന്നത്. ആ 55 തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ബാക്കിലേക്കുള്ളവർക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കുക ഈ റാങ്ക് ലിസ്റ്റിൽ കേട്ടോ. അപ്പോൾ നോക്കിയേ, 55 മാർക്ക് ഉള്ളത് 666 റാങ്കാണ്. ഞാൻ പറഞ്ഞല്ലോ 4 മാർക്ക് വരെ നമുക്ക് വ്യത്യാസം ഉണ്ടാകാം അല്ലേ, അതായത് ഇന്റർവ്യൂവിൽ നമുക്ക് 4 മാർക്കിന്റെ വേരിയേഷൻ ഉണ്ടാകാം. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 51 മാർക്ക് ലഭിച്ച കാൻഡിഡേറ്റിന് നോക്കിയേ റാങ്ക് 1393. അപ്പം 1393 51 മാർക്ക് ലഭിച്ച കാൻഡിഡേറ്റ് 54 റാങ്ക് മേടിച്ച 54 മാർക്ക് മേടിച്ച കാൻഡിഡേറ്റിന്റെ റാങ്ക് 666. അപ്പൊ ഏകദേശം 700ഓളം റാങ്ക് മാറി വരികയാണ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് 4 മാർക്ക് വ്യത്യാസത്തിൽ അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഇന്റർവ്യൂവിന്റെ പ്രാധാന്യം എന്ന് പറയുക. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മാർക്കും, ഞാൻ പറഞ്ഞല്ലോ 10 ആയിരിക്കും ഏറ്റവും മിനിമം സ്കോർ, 14 ആയിരിക്കും മാക്സിമം സ്കോർ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്കിനെ അത്രയധികം ഡിറ്റർമിൻ ചെയ്യുന്ന മാർക്കുകളായിരിക്കും കേട്ടോ. അപ്പം ഈ ഇന്റർവ്യൂവിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരാൻ കഴിയുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ വന്ന കുറെ കുട്ടികളുണ്ട് അല്ലേ. അപ്പം ആ സപ്ലിമെന്ററി ലിസ്റ്റിൽ വെറുതെ പേര് വന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സപ്ലിമെന്ററി ലിസ്റ്റിൽ മുകളിലേക്ക് വരണം. കാരണം കോമ്പറ്റീഷൻ എന്താണ്, ആ കാറ്റഗറിയിൽ തന്നെ ഉള്ള കുട്ടികളുമായിട്ടാണ്. അപ്പം സപ്ലിമെന്ററി ലിസ്റ്റ് തന്നെ ടോപ്പിൽ വന്നെങ്കിലേ കാര്യമുള്ളൂ. അപ്പൊ അവിടെയും ഈ പറയുന്ന ഇന്റർവ്യൂവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈവൻ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളെക്കാളും 1 മാർക്ക് മേടിച്ചാലോ 2 മാർക്ക് മേടിച്ചാലോ തന്നെ നിങ്ങൾക്ക് ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ തന്നെ മുകളിലേക്ക് വരാൻ കഴിയും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂവിൽ എക്സാം കഴിഞ്ഞു പോയി, നമുക്ക് ഇനി എക്സാമിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കെങ്കിലും നമ്മൾ ബാക്കിയുള്ള കുട്ടികളെക്കാളും കൂടുതൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുകളിലേക്ക് വരാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളെ ഈ ഇന്റർവ്യൂവിന് സജ്ജമാക്കാനായിട്ട് കേട്ടോ, നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും ഇന്റർവ്യൂവിന് സജ്ജമാക്കാനായിട്ട് ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെ ഇന്റർവ്യൂ ക്ലാസ്സുകൾ നൽകുകയാണ്. സോ ഈ ഇന്റർവ്യൂ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമന്റിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടാവും, അതായത് നേരത്തെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ, കഴിഞ്ഞ ബാച്ച് എന്ന് വെച്ചാൽ DME ബാച്ചിൽ നമ്മുടെ എജ്യൂസിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ മോക്ക് ഇന്റർവ്യൂ സെഷൻസും നൽകുന്നുണ്ട് കേട്ടോ. അതായത് ഈ മോക്ക് ഇന്റർവ്യൂ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PSC ഓഫീസിൽ പോയിട്ട് എങ്ങനെയാണോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക, അതായത് നമുക്കൊരു ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാകും. ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നേ ആയിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ യൂഷ്വലി അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ബേസിക്കലി ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഒന്ന് നമ്മുടെ CV ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ നമ്മുടെ മോക്ക് ഇന്റർവ്യൂ സെഷൻ വരുമ്പോഴത്തേക്ക് ഒരു CV പ്രിപ്പയർ ചെയ്തിട്ട് വരിക. സോ ആ CV ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അതുകൂടാതെ CVയിൽ എന്തൊക്കെ കറക്ഷൻസ് വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അതുകൂടാതെ പിന്നെ ചോദിക്കുക നമ്മുടെ സബ്ജക്ട് വൈസ് ആണ്, അതായത് സബ്ജക്റ്റിൽ നിന്നുള്ള നോളജ് ആണ് പിന്നെ അസസ് ചെയ്യുക. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. സോ ആ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ശരിക്കും ഒരു ഒറിജിനൽ ഇന്റർവ്യൂ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുക, ആ രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ മോക്ക് ഇന്റർവ്യൂ സെഷൻസ് നടത്തുക. ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ എജ്യൂസിലെ സ്റ്റുഡൻസ് മാത്രമേ നമുക്ക് ഈ ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ അക്കാഡമിയിലാണ് നടത്തുക. നമ്മുടെ സ്ഥല പരിമിതി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് മാത്രമേ ഇപ്പോൾ ഈ മോക്ക് ഇന്റർവ്യൂ സെഷൻസ് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. സോ നമ്മുടെ സ്റ്റുഡൻസ് ഉറപ്പായിട്ട് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്കുള്ള സ്ലോട്ട് നമ്മൾ തരുന്നതായിരിക്കും. ആ സ്ലോട്ട് അനുസരിച്ച് നിങ്ങൾ ഇന്റർവ്യൂവിനായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ഇന്റർവ്യൂ റൂമിൽ നമ്മൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുക ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മോക്ക് ഇന്റർവ്യൂ സെഷൻസും അതിന്റെ കറക്ഷൻസും നമ്മൾ തരുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞു, ഈ ഇന്റർവ്യൂ സെഷൻസ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ചെറുതായിട്ട് എടുക്കരുത്. ശരിക്കും അത് നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുക. സോ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇന്റർവ്യൂവിൽ എടുക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.